ആക്ച്വലി ഈ ഒരു യാത്ര എന്ന് പറയുന്നത് ഒട്ടും പ്ലാൻഡ് അല്ലാണ്ട് നമ്മൾ ചെയ്യുന്നൊരു പരിപാടിയാണ്. അല്ല ഉണ്ണേട്ടാ, ഞാൻ അത്രയും ആഗ്രഹിച്ച ഒരു സംഭവം മേടിക്കാനാണ് നമ്മളിപ്പോൾ പോണത്. അതിപ്പോൾ പറയുന്നില്ല, കാണാം. നമ്മുടെ റൂട്ട് എന്ന് പറയുന്നത് കോഴിക്കോട് ടു കുറ്റിപ്പുറം, കുറ്റിപ്പുറം ടു സർപ്രൈസ്. അപ്പം നമ്മൾ ഇറങ്ങി ഇങ്ങനെ കത്തിച്ച് വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഉച്ചയ്ക്ക് വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാനാണ് വിചാരിക്കുന്നത്, എൻ്റെ വീട്ടിൽ നിന്ന്. അപ്പോൾ ബൈ. നമ്മൾ ഇറങ്ങുമ്പോൾ ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ NH അടിപൊളി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് എത്താൻ പറ്റുമായിരുന്നു. ഏമിക്കുട്ടി പോകുന്ന വഴിയൊക്കെ നല്ല ഉറക്കത്തിലായിരുന്നു കേട്ടോ. സമയം എത്രയായിരുന്നു ചേട്ടാ? അപ്പോൾ നമ്മളൊരു 1 hour ആയപ്പോഴേക്കും എത്തിയില്ലേ? 1 hour ആയപ്പോഴത്തേക്കിനും നമ്മൾ കുറ്റിപ്പുറം എത്തി ഗൈസ്. അങ്ങനെ 1 മണിയാകുമ്പോൾ നമ്മൾ കുറ്റിപ്പുറമൊക്കെ എത്തി. ഒരു 1:30 ആകുമ്പോഴത്തേക്കും നമ്മൾ വീട്ടിലെത്തിയായിരുന്നു കേട്ടോ. അങ്ങനെ വീട്ടിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് ഒരു ഈവനിങ്ങിൽ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പോകുന്ന വഴി കുട്ടികൾ നല്ല എൻജോയ്മെൻറ്റിലായിരുന്നു കേട്ടോ. ഇപ്പം ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. അതെ, നമ്മളെത്തിയത് ഗുരുവായൂരിലാണ് കേട്ടോ. പുതിയ വീട്ടിലേക്ക് കയറുന്നതിന് മുന്നേ മൂപ്പരെ ഒന്ന് കാണണം എന്നുള്ളത് മനസ്സിൽ ഭയങ്കര ആഗ്രഹമായിട്ട് കിടപ്പുണ്ടായിരുന്നു. ഒറ്റ മൈൻഡോടെ വിചാരിച്ചുകൊണ്ടായിരിക്കണം മൂപ്പര ആ ആഗ്രഹം അങ്ങോട്ട് സാധിച്ചു തന്നായിരുന്നു. മെയിനായിട്ട് ഞാൻ വന്നതിന് വേറൊരു ഉദ്ദേശം കൂടി ഉണ്ട് കേട്ടോ. ഈ ഇരിക്കുന്ന കണ്ണന്മാരെ കണ്ടില്ലേ, ഇതിലേതെങ്കിലും ഒരെണ്ണം കൈക്കലാക്കണം. അതെൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അതും മൂപ്പരങ്ങ് സാധിച്ചു തന്നു. നമ്മൾ എന്തെങ്കിലും മനസ്സിൽ അതിയായി ആഗ്രഹിച്ചാൽ അത് നടത്തി തരും എന്നുള്ളത് സ്വാഭാവികമാണല്ലോ. അങ്ങനെ രണ്ടാമത് എൻ്റെ മനസ്സിലുള്ളൊരാഗ്രഹമായിരുന്നു കേട്ടോ, ഒരു നെറ്റിപ്പട്ടം മേടിക്കണം എന്നുള്ളത്. അതും അങ്ങോട്ട് സാധിച്ചായിരുന്നു. ഇതൊക്കെ കാണുമ്പോൾ ചിലർക്കൊക്കെ തോന്നുമായിരിക്കും ഇത്ര ലോങ്ങൊക്കെ ഇത് വന്ന് മേടിക്കണം, വേറെ എവിടെയും വാങ്ങിക്കാൻ കിട്ടാത്ത പോലെ എന്നൊക്കെ. പക്ഷേ എന്നെ സംബന്ധിച്ച് ഗുരുവായൂരപ്പൻ എന്നൊക്കെ പറയുന്നത് എന്നും പോയി കാണാൻ കഴിയുമെങ്കിൽ അത്രയേറെ സന്തോഷം തരുന്നൊരു കാര്യമാണ് കേട്ടോ. അവിടെ നിന്ന് പിന്നെ നമ്മൾ ഇറങ്ങി നേരെ പോയിട്ടുണ്ടായിരുന്നത് എടപ്പാൾ മൈജിയിലോട്ടായിരുന്നു കേട്ടോ. മറ്റൊന്നുമല്ല, വൈശോനെ കുറച്ച് മുടിപ്പിക്കാനുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് വേണ്ട കുറച്ച് ഹോം അപ്ലയൻസൊക്കെ സെലക്ട് ചെയ്തതിന് ശേഷം, വൈശോനെ കുറച്ച് മുടിപ്പിച്ചതിനൊക്കെ ശേഷം നമ്മൾ അവിടുന്ന് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു കേട്ടോ. ഏമിക്കുട്ടിയും നിഹാരക്കുട്ടിയൊക്കെ ഭയങ്കര എൻജോയ്മെൻറ്റിലും കളിയിലൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുകയാണ്. സോ ലെറ്റ്സ് സ്റ്റോപ്പ് ദിസ് വീഡിയോ.